നമ്മുടെ സഹോദരങ്ങൾ കഷ്ടത്തിലായിരിക്കും. നമ്മൾ ഒന്നും ചെയ്യും. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. എക്സൽ മീഡിയയുടെ ഇന്നത്തെ ചിന്തയിലേക്ക്. ഇന്ന് നമ്മൾ ഒബദ്യയുടെ പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഒറ്റയൊരു അധ്യായമേ ഉള്ളൂ. ഒബദ്യയുടെ അർത്ഥം വർഷിപ്പർ ഓഫ് യാവേ, യാവേ ദൈവത്തെ ആരാധിക്കുന്നവർ. ഇത് പാലസ്റ്റൈനിൽ വെച്ചാണ് എഴുതിയത്. ഇവിടെ ഒബദ്യ ഒരു ദർശനം കാണുവാണ്. എദോമ്യർ ഇസ്രായേൽ മക്കളെ മോശമായി പെരുമാറി, അത് നിമിത്തമുള്ള ശിക്ഷ. ഈ ബുക്കിന്റെ ഫോക്കസ് എദോമ്യരുടെ പാപമാണ്. ഉൽപ്പത്തി 12 അധ്യായം 1, 2, 3 വാക്യത്തില് ദൈവം അബ്രഹാമിനോട് കവനന്റ് ചെയ്യുന്നുണ്ട്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അത് ഈ അധ്യായത്തില് പൂർത്തീകരണം നമുക്ക് കാണാം. എദോമ്യരുടെ അഹങ്കാരമായിരുന്നു അവരെ ചതിച്ചത്. സംഖ്യാപുസ്തകം 20:18 ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് കനാൻ ദേശം പോകുമ്പോൾ ഏദോം ദേശത്തിൽ കൂടാണ് അവർക്ക് പോകേണ്ടത്. പക്ഷേ എദോമ്യർ അവർക്ക് വഴി കൊടുത്തില്ല. അതുമാത്രമല്ല, അവരെ യുദ്ധത്തിന് വന്നു. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തില് ജൂദായുടെ രാജാവായ യെഹോശാഫാത്തിന്റെ സമയത്ത് മോവാബ്യർ, അമ്മോന്യർ, എദോമ്യർ 3 കൂടെ അലയൻസ് ചെയ്ത് ദൈവ മക്കൾക്ക് വിരോധമായി യുദ്ധത്തിന് വന്നു. ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് അവരെ ജയിച്ചു. ഈ എദോമ്യര് പാർത്തത് പാറയുടെ പിളർപ്പിലാണ്. അവിടെ ഉന്നത വാസസ്ഥലത്തിൽ അവർക്ക് വലിയ അഹങ്കാരമായിരുന്നു. പെട്ര അവിടെ ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു. പെട്ര എന്ന് വെച്ചാൽ പാറ, ആ പാറമേലുള്ള വാസം. അടുത്ത് തെമാനില് പുരുഷന്മാര് ബുദ്ധിയുള്ളവരായിരുന്നു. അതിലും അവർക്ക് വലിയ അഹങ്കാരമായിരുന്നു. അടുത്ത അവർക്ക് വലിയ വലിയ രാജ്യങ്ങളായിട്ട് മോവാബ്യർ, അമ്മോന്യർ അലയൻസ് ഉണ്ടായിരുന്നു. അതിലും അവർ അഹങ്കരിച്ചു. ഇസ്രായേൽ മക്കളെ ശത്രുക്കൾ യുദ്ധത്തിന് വന്നപ്പോൾ എദോമ്യർ എന്തോ ചെയ്തെന്നറിയോ? അവർ ഒന്നും ചെയ്തില്ല. അത് മാത്രമല്ല, അത് കണ്ടിട്ട് അവർ ആഘോഷിക്കുവാണ്. സംഖ്യാപുസ്തകം 32:23 എഴുതിയിട്ടുണ്ട്, നമ്മുടെ സഹോദരങ്ങൾ കഷ്ടത്തിലായിരിക്കും, നമ്മൾ ഒന്നും ചെയ്യത്തില്ലെങ്കിലും അതും ഒരു പാവമാണ്. 12-14 വാക്യങ്ങള് എദോമ്യരുടെ ഓരോരോ പാപങ്ങളെ എഴുതിയിട്ടുണ്ട്. ഉപായ ദിവസത്തിൽ അനർത്ഥം കണ്ട് രസിക്കുന്നു, അവിടെ സമ്പത്തുകൾ കൈവച്ചു. കഷ്ട ദിവസത്തിൽ വമ്പ് പറയുന്നു, അനർത്ഥം കണ്ട് രസിക്കുന്നു. മീൻസ് ഇസ്രായേൽ മക്കളുടെ അനർത്ഥം കണ്ട് എദോമ്യര് ആഘോഷിക്കുവാണ്, രസിക്കുവാണ്. 15-ാം വാക്യത്തില് as you have done it shall be done to you, നീ ചെയ്തിരിക്കുന്ന പോലെ നിന്നോട് ചെയ്യും. നമുക്ക് കരുണ ലഭിക്കണമെങ്കിൽ നമുക്ക് മറ്റുള്ളവരോടും കരുണ കാണിക്കണം. പ്രത്യേകിച്ച് ദൈവമക്കളോട്, ജൂയിഷ് പീപ്പിളിനോട് നമ്മൾ അവരെ അനുഗ്രഹിക്കണം. ഈ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത്, നമ്മുടെ സഹോദരന്മാര് അവര് വീണുപോയി, അല്ലെങ്കിൽ വിശ്വാസത്തിൽ തെറ്റിപ്പോയി, അറിഞ്ഞോ അറിയാതെ പാപം ചെയ്തു. നമ്മളത് കണ്ടിട്ട് വീഡിയോ ഉണ്ടാക്കി അത് ഫോർവേഡ് ചെയ്ത് രസിക്കുവല്ല, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് താങ്ങും തണലായിരിക്കുക. ഇന്ന് ഏദോം രാജ്യം പൂർണ്ണമായി ദൈവം അവരെ തുടച്ചു മായ്ച്ചു. പക്ഷേ ഇസ്രായേല് ഇന്ന് ഏറ്റവും അഡ്വാൻസ് രാജ്യമായി മാറിയിരിക്കുവാണ്. നമുക്ക് ജെറുസലേമിന്റെ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ വചനത്താൽ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.